പോസ്റ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്, പേര് ഞാൻ പറയില്ല, കോഴിക്കോട് ജില്ലയിലുള്ള നേതാക്കന്മാർ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട്, സ്ത്രീകളെ അങ്ങേ അറ്റം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അതായത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ MP ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പരാതിയായിട്ടല്ല കൊടുത്തത്. ഞാൻ കൊടുത്ത പരാതികളൊന്നും അങ്ങനെ പാർട്ടിക്കകത്ത് പരിഗണിക്കപ്പെടാറില്ല. പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുകയും മോശമാക്കി പറയുകയും ചെയ്യുന്ന പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ പരാതിയായിട്ടല്ല കൊടുത്തത്. ഞാൻ മെസ്സേജ് അയച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിന് നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ആളുകളെ എനിക്കറിയാം. അപ്പോൾ അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സൈബർ മീഡിയയിലുള്ള അറ്റാക്ക് അടക്കം പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെ ഒരു അണികളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സൈബർ മീഡിയയിലെ അണികളുള്ള ആളുകൾ ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടത്ത് വന്നിട്ട് ഷാഫി പറമ്പിലിനോട് പറയാത്തൊരു കള്ളം വന്ന് പറയുന്ന ഗതികേടോ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയോ എനിക്കില്ല. അപ്പം നിങ്ങൾ ചോദിക്കുക, ഷാഫി പറമ്പിൽ MP-യോട് ചോദിക്കുക, അദ്ദേഹം നിരാകരിക്കുന്ന സമയത്തല്ലേ എനിക്ക് കൂടുതൽ തെളിവുമായിട്ട് വരാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ അദ്ദേഹം ഞാൻ നൽകിയ മെസ്സേജിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തു കാണില്ല. പക്ഷെ ഞാൻ അതന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചപ്പം അതിനൊരു സങ്കട സ്മൈലി ഇടുകയും എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ പറഞ്ഞു, അതായത് കുറേ അധികം പെൺകുട്ടികൾ യൂത്ത് കോൺഗ്രസിൽ സമാനമായിട്ട് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഈ മോശം മെസ്സേജുകളോ അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളെ നേരിട്ട് അറിയാവുന്നതാണോ, അതോ അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പോകുന്നതാണ്? കാരണം പലതരത്തുനിന്നും പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരും. കാരണം ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. അങ്ങനെ അനുഭവത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഉണ്ടോ? എന്നോട് തുറന്നു പറഞ്ഞ പെൺകുട്ടികളുണ്ട്. അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടികൾ എന്നോട് തുറന്നു പറഞ്ഞ പെൺകുട്ടികളുണ്ട്. പക്ഷെ അതൊന്നും ഒരു സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലെത്തി എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടില്ല. കാരണം അവരിത് പറയുന്നത് അവരെയൊക്കെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് അവരെന്നോട് ഇത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അത് എന്താ പറയുക, അത് ഇത്രത്തോളം ഈ 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കൂടി പരാതി ഉയർന്നു വന്നപ്പോൾ ആ പെൺകുട്ടിയെ പോലും ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് സത്യത്തിൽ അദ്ദേഹം ഇത്രയും ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ഷാഫി പറമ്പിലിനോട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭീകരാവസ്ഥ ആലോചിക്കുമ്പോൾ എന്താ പറയുക, എത്ര മോശമായ ഒരാളാണ് തൻ്റെ അധികാരം ഉപയോഗിച്ച് കുറേ പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുള്ളത്, ഉപദ്രവിച്ചിട്ടുള്ളത് എന്നൊക്കെ തെളിവുകളടക്കം പുറത്തു വരികയാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്താ പറയുക, പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ആളുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവൻ മെസ്സേജ് അയക്കാറുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എനിക്ക് നല്ല രീതിയിൽ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇന്നലെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടായത്. കാരണം ഇവരൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷഹനാസ് പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞു വന്ന ബാക്കിയുള്ള ആളുകളല്ല, ബാക്കി പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ടായിരിക്കും പറയുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള യൂത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് നന്നായിട്ടുണ്ട് ഷഹനാസ്, നിങ്ങളുടെ ധൈര്യത്തിന്, തൻ്റെ ഇടത്തിന്, സ്ത്രീകൾക്കൊപ്പം നിന്നതിന് നല്ല അഭിപ്രായം പറഞ്ഞ ആളുകളാണ് എൻ്റെ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സ്ത്രീയല്ല ഞാൻ. കാലങ്ങളായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അതിന് എന്ത് നഷ്ടപ്പെട്ടാലും അതിന് ഒന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. അത് എന്തെങ്കിലും പദവിയാവട്ടെ. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പദവികളുടെ ആവശ്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ആ രാഷ്ട്രീയം പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ ശക്തമായ ഒരു ആയുധമുണ്ട്, എഴുത്തെന്ന് പറയുന്നത്. അത് എഴുതിയിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളെ കുറിച്ചൊന്നും പേടിയില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിലും എനിക്ക് അത്തരത്തിൽ പേടിയില്ല. പിന്നെ അങ്ങനെ VD സതീശൻ MLA-യും ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ MLA-യും ഒക്കെ സ്ത്രീകളുടെ പരാതിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് സ്ത്രീകൾക്കൊപ്പം നിന്നിട്ടുള്ള രണ്ട് നേതാക്കന്മാരല്ല, കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട്. കുറേ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ആണെങ്കിലും. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് തോന്നലൊന്നുമില്ല. ഉണ്ടായാലും അതെനിക്ക് വിഷയവുമല്ല.